ഓ വെൽക്കം. അടിപൊളി. ആ ഇവിടുന്ന് ഞാൻ കുറച്ച് കോഡ്സ് എടുക്കാൻ വന്നതാ. വേഗം കോഡ്സ് എടുത്ത് തിരിച്ചു പോട്ടെ. വെൽക്കം ബാക്ക് ടു പഴംപൊരി ലേൺസ് ബിൽഡിംഗ്. ഇന്ന് നമ്മുടെ മെയിൻ ഗോൾ എന്നുള്ളത് ഞാൻ കുറേ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ച വില്ലേജർ ബ്രീഡറിനെ ഒരു പ്രോപ്പർ ബിൽഡ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ ആദ്യം ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആക്കി വെച്ച സ്ട്രക്ചറിന് പുറത്തായിട്ട് ഇത്ര ഒരു ഔട്ട്ലൈൻ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ. ഈ സാധനം നമ്മുടെ ആക്കി വെച്ച സ്ട്രക്ചറിന് ചുറ്റുമായിട്ട് ഞാൻ ചെയ്തു പോവുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കിവിടെ ഈ 2 ഫാം എന്നുള്ള സാധനം എടുക്കേണ്ടതുണ്ട്. ഇവിടെ അതിനനുസരിച്ചിട്ട് വേണം തറ കെട്ടിപ്പോകാൻ. ഇവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇല്ല, ഇത് പറ്റത്തില്ല. കാരണം അത് സൈസ് ആ ബ്ലോക്കിന് കുറച്ചും കൂടെ ഒരു ബ്ലോക്ക് കൂടുതൽ സ്പേസ് വേണം. ഒരു ബ്ലോക്കും കൂടെ ഇടവിട്ടിട്ട് നമുക്ക് തറ പണിത് പോവാം. ഏകദേശം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്ഥലത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഓരോരോ ബ്ലോക്സ് ആയിട്ട് ചെറുതായിട്ട് മാറ്റം വരുന്നുണ്ട്. അത് ആ ഒരു യൂണിഫോമിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണാൻ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചൊരു സാധനത്തിലേക്കായി വരുന്നുണ്ട് എന്തായാലും. ഞാൻ ഇപ്പോൾ ഇവിടെ 2 സൈഡിൽ അതുപോലെ ഒരു 2 സ്ട്രക്ചർ ഉണ്ട്. ബാക്കിൽ കുറച്ച് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു ഡെപ്ത് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഇത് കുഴപ്പമില്ല. ഇതെനിക്ക് ഏകദേശം വേണ്ട രീതിയിലായി വരുന്നുണ്ട്. വെച്ച് തുടങ്ങുകയാണ്. ഞാൻ മെയിനായിട്ട് ഡീപ്പ് സ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ ബ്ലോക്സും കൂടെ യൂസ് ചെയ്തിട്ട് രീതിയിലായി വരുന്നുണ്ട്. കുറച്ച് ഏരിയാസ് ഫില്ല് ചെയ്ത് പോകാനുണ്ട്. ഇതിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെയുള്ള ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്യണം എന്തായാലും. ഇത് ഫില്ല് ചെയ്ത് പോവാണ്. കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള റൂഫ് കൂടി ഉണ്ടാക്കാം. ഈ ഒരു ആംഗിളാണ് എനിക്ക് ഈ ഒരു ബിൽഡിംഗ് മെയിനായിട്ട് കാണേണ്ടത്. അപ്പോൾ ആ ആംഗിളിൽ ഏകദേശം കാണാൻ റെഡി ആയിട്ടുണ്ട്. ഈ സാധനം ഞാൻ പൊളിച്ചിട്ട് ഇവിടെ സ്റ്റെയർസ് വെച്ചിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കാണാൻ ഒരു ചെറുതായിട്ടൊരു ഉള്ളിലേക്ക് ഒരു ചെറിയ ഇൻസെറ്റ് പോലെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു പുതുമ വന്നു. കുറച്ച് സ്റ്റെയർസ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ഉണ്ടാക്കുകയാണ്. ഒരു ഫിറ്റിൽ ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ഇവിടെയായിട്ട് 1-2 സാധനം ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ അയൺ റെയിലിംഗ് വെച്ചിട്ട് ഈ സാധനത്തിൻ്റെ മുകളിൽ കവർ ചെയ്ത് ഒരു എക്സ്ട്രാ ഡീറ്റെയിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇവിടെ ഈ സാധനം ചെയിൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും വേണം തൂക്കിയിടുകയൊക്കെ ചെയ്യാം. കാണാൻ കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറച്ചുകൂടെ എലിമെൻറ്റ്സ് ഇതേപോലെ ആഡ് ചെയ്യാം. പ്യൂർലി ഡെക്കറേറ്റീവ് ആണ്, ഇതൊന്നും ഒരു ആവശ്യമില്ല. ചെറുതായിട്ടൊരു ആനിമേറ്റഡ് ഫീൽ കിട്ടും ഇവിടെ സ്മോക്ക് വരുന്നതുകൊണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫില്ല് ചെയ്ത് പോവാണ്. ഇവിടെ ഈ തറ കുറച്ചും കൂടെ വീതിയിലായിട്ട് കിട്ടുകയാണ്. മെയിനായിട്ട് ഈ ഗ്രാനൈറ്റും ബ്രിക്സും വിചാരിക്കുന്നത്.
രണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വലിയ കുഴപ്പമില്ല. ഇവിടെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഫാം വീണ്ടും വർക്കിംഗ് ആയിക്കോളും. പൊട്ടിച്ചോളാം. ഇവിടെ ബാക്കി ഇത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇടയിൽ ഇങ്ങനെ ചെറിയ ചേഞ്ചിന് ഡേർട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. പക്ഷേ കുറച്ചും കൂടെ യൂണിഫോം ആവേണ്ട നമുക്ക് വേറെയും കുറച്ചും കൂടെ ബ്ലോക്ക് ആഡ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ആ ബ്ലോക്ക് പാരൽ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്തായാലും. അവസാനത്തെ ഒരു മുകളിൽ ലെയറായിട്ട് ഇപ്പം ചെയ്തു പോവാണ്. ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ മുകളിലത്തെ ഭാഗം റെഡിയാവും. ഇവിടെ ഞാൻ റൂഫ് ഫ്ലാറ്റ് ആക്കാണ്. മറ്റേ സ്ലാൻഡഡ് റൂഫ് രസം വരുന്നില്ല. കുറച്ച് നമുക്ക് അയൺ ബാർസ് യൂസ് ചെയ്തിട്ട് റെയിലിംഗ് പോലെ ആക്കി കൊടുക്കാം. നമുക്ക് മുകളിൽ ലാഡർ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി കുറേ ഡീറ്റെയിലിങ് ചെയ്യാനുണ്ട്. കുറേ അധികം ഡീറ്റെയിൽ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിക്കുന്ന ഒരു ക്രെയിനാണ്. അപ്പോൾ അത് ഇത് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. ഇതിൽ സാധനം കൂടെ ഇതിലൊരു കോൾഡറും കൂടെ വെച്ചപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാം. സെറ്റ്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് എന്തായാലും ആഡ് ചെയ്തു. ബുഷസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നിലത്തൂടെ വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന പോലെ തോന്നിക്കോളും. ഈ റിവ്യൂ എന്തായാലും കവർ ചെയ്ത് പോവാണ്. റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാധനം.